ഇല്ല മാഷേ, ഇപ്പൊ പൊട്ടിച്ചോണ്ട് വരുന്ന വഴിയാ. അതെ. ഇനി എപ്പോഴാണോ വരേണ്ടത്? ഒരാഴ്ച കഴിയട്ടോ. ഇത് മുഴുവൻ തിന്നു തീർക്കാൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. അത് ശരിയാ. തീർത്തു. നാളെ ഞാനൊന്ന് വീട് വരെ പോയാലോ എന്ന് ആലോചിക്കുക. അങ്ങോട്ട് വിളിച്ചാൽ മാഷ് വരില്ലല്ലോ. ലക്ഷ്മിക്കുട്ടിയും മക്കളും മാത്രമല്ലേ ഉള്ളൂ അവിടെ. പിറ്റേന്ന് തന്നെ മടങ്ങാം. എന്താ ഒന്നും മിണ്ടാത്തത്? മാഷേ, പോണം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, പിന്നെന്താ പ്രത്യേകിച്ച് മിണ്ടാനുള്ളത്? അയ്യോ, പതുക്കെ പൊക്കോളൂ. എവിടെയാണെന്ന് വെച്ചാ പൊക്കോളൂ. അല്ല, പിറ്റേന്ന് തന്നെ. എന്തിനാ പിറ്റേന്ന് ആക്കണത്? ഒരാഴ്ചയോ ഒരു മാസോ എത്രയാ വേണ്ടെന്ന് വെച്ചാൽ താമസിച്ചിട്ട് സൗകര്യം പോലും വന്നാ മതി. ഇവിടെ ഇങ്ങനെ ഒരുത്തനുണ്ടല്ലോ ഒറ്റയ്ക്ക്. ഞാൻ എങ്ങനെയാലും കഴിഞ്ഞോളാം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? പോവണത് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഇതാദ്യമായിട്ടല്ലോ ഈ ചോദ്യം ഉത്തരവും. കൂടപ്പിറപ്പെന്ന് പറയാൻ ആകപ്പാടൊരു അനീതിയേ ഉള്ളൂ. അവളുടെ അടുത്തൊന്ന് പോണോന്ന് പറഞ്ഞതിനാ ഈ ബഹളം മുഴുവൻ. സ്വന്തക്കാരും ബന്ധുക്കളും ഉള്ളവര് ഭാഗ്യം ചെയ്തവര്. എനിക്കല്ലേ ആരും ഇല്ലാത്തത്. ഇല്ല, ഞാൻ പോണില്ല. എവിടേക്ക് പോണില്ല. അപ്പൊ തീർന്നില്ലേ? വേണ്ട, പൊയ്ക്കോ. ഇത് എവിടേക്കാ ഈ സമയത്ത്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. കണ്ടൂലോ അസ്ഥി കൊടുക്കണത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ഉള്ള നേരത്തെ പോണമെന്നേ ഉള്ളൂ എനിക്ക്. എന്തിനാ അധികം? സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാണ്ട് എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണേ? ഞാൻ ഇല്ലാണ്ടാവുമ്പോ അപ്പോഴേ അറിയുമല്ല. ഒരാൾക്ക് മാത്രമായിട്ട് എന്തിനാ വിശപ്പ്? എനിക്ക് വേണ്ട. ഒന്നും കഴിക്കണ്ട. കഴിക്കാണ്ടിരുന്ന് വല്ല അസുഖം വരുത്തി വെച്ചാല് ഓടാനും കഷ്ടപ്പെടാനും തീ തിന്നാനും ഒരുത്തരുണ്ടല്ലോ ഇവിടെ. എങ്ങനെയൊക്കെയാ കഷ്ടപ്പെടുത്തേണ്ടത്, വ്യസനിപ്പിക്കേണ്ടത്, ദണ്ഡിപ്പിക്കേണ്ടത്, അതൊക്കെ അങ്ങോട്ട് ആയിക്കോളൂ. തൃപ്തിയാവട്ടെ. ടീച്ചർ എന്തിനാ കരയണേ? കരച്ചു നിർത്തൂന്ന്. കരയാനും മാത്രം ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല അല്ലേ? ചങ്ക് പൊട്ടണ വാക്കുകൾ പറഞ്ഞാല് പിന്നെ കരയല്ലാണ്ട് ചിരിക്കുക ചെയ്യാ. ടീച്ചർ ഇല്ലാണ്ട് എനിക്കൊരു നിമിഷം ഇവിടെ കഴിയാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ ടീച്ചർക്ക്? പോണോന്ന് ആഗ്രഹം പറയല്ലാണ്ട് ഇന്നോളം ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ? പോകുന്നു തോന്നണുണ്ടോ? ഉണ്ടോ?
ഇല്ല. പിന്നെന്തിനാ അങ്ങനൊക്കെ പറയാൻ പോയേ? അതെ, നമുക്ക് വല്ലതും കഴിക്കാം. ഇത് തന്നെയാ വീട്, ഇറങ്ങിക്കോളൂ. രാമുണ്ണിയുടെ വീടല്ലേ ഇത്? അതെ. രാമുണ്ണി ഉണ്ടോ ഇവിടെ? ഉണ്ട്. എവിടെയാ അയാള്? ഞാൻ തന്നെയാ രാവണയാര്. ഓഹോ. മനസ്സിലായില്ല. മനസ്സിലാവില്ല? എങ്ങനെയാ മനസ്സിലാവുക? നടാടെ കാണുകല്ലേ. കുട്ടിയെ, മുറ്റത്ത് തന്നെ നിൽക്കണ്ട, അങ്ങോട്ട് കയറിക്കോളൂ. ഇത് അന്യ വീടൊന്നുമല്ല. ഹൈ, തനിക്കറിയില്ലേറ്റാലും തൻ്റെ സഹധർമ്മിണി ഉണ്ടല്ലോ, സരസ്വതി ടീച്ചർ, അവർക്കറിയാം, നല്ല അക്ഷരായിട്ടറിയാം. ആയ്മയില്ലേ ഇവിടെ? വിളിക്കുക. ആരാ? എന്താ, ടീച്ചർക്കും എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? ഓർമ്മയില്ലേ? ചെറായിലെ കണ്ണാന്തി മനക്കിലെ ഭദ്രൻ നമ്പൂരി. ഈശ്വരാ, തിരുമേനിയെ കണ്ടിട്ട് ആദ്യം എനിക്ക് തീരെ മനസ്സിലായില്ല കേട്ടോ. കൊല്ലം എത്രയായി? കുറച്ചൊന്നുമല്ല, 16 വർഷത്തിലേറെയായി. ഞാൻ ചെറായി സ്കൂളിലായിരുന്നപ്പോ തിരുമേനിയുടെ ഇല്ലത്തായിരുന്നു താമസം. താമസിക്കാൻ സൗകര്യം ചോദിച്ചു. താമസം മാത്രമല്ല, ഊണും അവിടെ നിന്ന് ആയിക്കോളാൻ പറഞ്ഞു. 2 കൊല്ലം തുടർച്ചയായിട്ട് അവിടെ നിന്നായിരുന്നു ഭക്ഷണം. കാൽ കാശ് ഞാൻ വാങ്ങിയില്ല. അകത്തുള്ളവർക്ക് ടീച്ചറെ വലിയ കാര്യമായിരുന്നു. നങ്ങിയമ്മ മരിച്ച വിവരം ഒരുപാട് കഴിഞ്ഞ പിന്നെ ഞാൻ അറിഞ്ഞത്. 6 കൊല്ലായി. ആ, ടീച്ചർക്ക് ഈ കുട്ടിയെ മനസ്സിലായോ? അല്ല, ഉണ്ണിമായല്ലേ ഇത്? നങ്ങിയമ്മയുടെ അതേ ചായ തന്നെ കേട്ടോ. അപ്പൊ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടോന്നോ? കൊള്ളാം. ഞാൻ പോരുമ്പോ 2.5 വയസ്സ് കാണും ഈ കുട്ടിക്ക്. കേട്ടോ, എന്റെ ഒക്കത്തൊന്നും ഇറങ്ങില്ലായിരുന്നു. മാമുണ്ണണമെങ്കിൽ ഞാൻ വാരി കൊടുക്കണം. എന്ത് കുസൃതിയായിരുന്നോ. ഏതിലാ പഠിക്കുന്നേ? പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഇവളിക്കൊല്ലം BA ചേരുക. ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കണേ. ഹൈ, ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉള്ളപ്പോ ഇവളെന്തിനാ ഹോസ്റ്റലിൽ താമസിക്കണേ? നേരെ ഇങ്ങോട്ട് പോന്നു. കാര്യം ശൂദ്രന്മാരാണെങ്കിലും ടീച്ചറിന്റെ വൃത്തിയും ശീലവും ഒക്കെ നമ്പൂരിമാരുടെ. ഹായ്, മുൻകൂട്ടി അറിയിച്ച് അനുവാദം വാങ്ങേണ്ട കാര്യമുണ്ടോ? ടീച്ചർക്ക് ഒരു പഴയ കടം വീട്ടാനുള്ള അവസരം ഉണ്ടാക്കി തന്നു എന്ന് കരുതിയാൽ മതി. അതിനെന്താ അല്ലേ മാഷേ? ഇവിടെ താമസിച്ച് പഠിക്കട്ടെ. വിവാഹം കഴിഞ്ഞൊന്നും അത് ഇങ്ങനെ ഏതാണ്ടൊരു മാഷുമായിട്ടാണെന്നും കേട്ടിരുന്നു. നേരിൽ കാണുന്നത് ഇപ്പഴാ. രാവുണ്ണി എന്ന പേര് അല്ലേ? രാവുണ്ണി നായർ എന്നാണ്.
മുത്തച്ഛന്റെ കാലത്ത് ഇല്ലത്ത് ഇതേ പേരിൽ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. ചെവി അശേഷം കേക്കില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആള് ശുദ്ധഭാവായിരുന്നു കേട്ടോ. തിരുമേനി ഇരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട, ആ സമയത്ത് ഒന്നും കഴിക്കാൻ പറ്റില്ല. ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്താച്ചാ സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങ് എത്തണം. പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലേ, ഓർമ്മയില്ലേ, അവിടെ ഒരു കർമ്മമുണ്ട്. ഒരു ചെറിയ ഒളിസേവ. ക്ഷുദ്രക്രിയകൾക്കാണല്ലോ ഇപ്പൊ പ്രിയം. ആ സ്വന്തം വീടാന്ന് അങ്ങോട്ട് കരുതിക്കോളൂ. എന്താവശ്യം ഉണ്ടെങ്കിലും ടീച്ചറോടോ മാസ്റ്ററോടോ പറഞ്ഞാൽ മതി. ആവശ്യമുള്ളപ്പോൾ മാത്രം കത്തയക്കുക. ഇൻലൻഡിനും കാറിനും ഒക്കെ വലിയ വിലയാണേ. എല്ലാ അവധിക്കും വരണമെന്നില്ല. പഠിക്കാനുണ്ടാവുമല്ലോ. ഇല്ലാത്ത ആവശ്യമുള്ളപ്പോൾ അറിയിക്കാം. വരൂ. ഈ പുരയിടവും പറമ്പും ഒക്കെ കൂടി എത്ര കാണും? ഒന്നിച്ചില്ലുവാൻ ഏക്കർ കാണും. ഈ ചില്ലുവാനെന്ന് വെച്ചാൽ എത്ര സെന്റാഹേ? 72 സെന്റ്. ഇവിടെയൊക്കെ സെന്റിന് എന്ത് വില വരും? അന്വേഷിച്ചിട്ടില്ല. ഹൈ, അന്വേഷിക്കണ്ടേ? അവനവന്റെ മുതലിന് പിടിപ്പ് എത്രയുണ്ടെന്ന് അവനവൻ അറിഞ്ഞിരിക്കണം. ഔ, ആ ഈ പെട്ടിയെടുത്ത് അങ്ങ് അകത്ത് വയ്ക്കുക. വരൂ. മുഴുവൻ പൊടിയായിരിക്കും. ഇതൊന്നും തുറക്കാറേ ഇല്ല ഇവിടെ. ഞങ്ങള് രണ്ടാളല്ലേ ഉള്ളൂ. ആ കുട്ടി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം കാണും. വേണമെങ്കിലും ഒന്ന് മേല് കഴിക്കോളൂ. മാഷേ, എന്ത് വകതിരി വേട്ടാ ടീച്ചറെ കാണിച്ചേ? ആ കുട്ടി ഇവിടെ കയറി താമസിപ്പിക്കാൻ നേക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ കുട്ടിയും കൂട്ടി ഇവിടെ വന്ന് ആവശ്യപ്പെടുമ്പോ എങ്ങനെയാ മാഷേ വയ്യ? പറയണം, മുഖത്ത് നോക്കി പച്ചക്കങ്ങ് പറയണം. അയാൾ ആരും ദിവാൻ